നിൽക്കുന്നു, എല്ലാം മുന്നിലേക്ക് നടന്നു വരുന്നു. മുസ്ലിം സമുദായമേ, പ്രായം ചെന്ന ഹാജിമാരെ, കഅബ കണ്ട ഉപ്പമാരെ, ജീവിതത്തിൽ എത്ര പ്രാവശ്യം താടി പിടിച്ചു, എത്ര കാലമായി താടി പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് അതെല്ലാം ഓരോന്നോരോന്ന് ക്രോഡീകരിച്ചു വെച്ച് അത് മുഴുവനും ദോഷമായി കൺമുമ്പിലേക്ക് നടന്നു വരുമ്പോൾ നീ മാത്രം തനിച്ചു നിൽക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ, അവിടെ കരയാത്ത പണ്ഡിതനില്ല, കരയാത്ത ആരിഫീങ്ങളില്ല, സാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, ഔലിയാക്കൾ എല്ലാവരും തടിച്ചുകൂടുന്ന, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ മുഴുവനും തടിച്ചുകൂടി നിൽക്കുന്ന ആ സ്ഥലത്ത് അവിടെ വെച്ചുകൊണ്ട് ചില ആളുകൾ അവിടുന്നതാ 10 വിരലുകൾ കടിക്കുന്നതിനെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മൻ തശബ്ബഹ ബിഹിം ഹത്താ യമൂത് ഹുശ്റ മഅഹും മഅദല്ലാഹ്. എന്റെ പൊന്നു ഉപ്പാ, ആരെങ്കിലും താടി പിടിച്ചിട്ട് ജൂതന്മാരോട്, ആരെങ്കിലും താടി പിടിച്ച് മജൂസികളുടെ ചര്യ മുറുകെ പിടിച്ചു, ആരെങ്കിലും താടി പിടിച്ചുകൊണ്ട് അവിടുന്ന് മുശ്രിക്കുകളുടെ ചര്യ, ആ ചര്യയിലൂടെ ജീവിച്ചാൽ ഹത്തായമൂത്, താടി പിടിച്ചിട്ട് തന്നെ മരിക്കുന്നു. എന്റെ പിതാക്കളെ താടി പിടിച്ച് നടന്നിട്ട് ആ രൂപത്തിലതാ മരിക്കുകയാണ്. മരിക്കുന്ന സമയത്ത് താടി പിടിച്ചിരിക്കുന്നു. എന്നാൽ ഹുശ്റ മഅഹും, കോടിക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന റബ്ബിന്റെ കോടതിയിൽ അവനെ ജൂതരുടെ കൂടെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. ഒരു ഭാഗത്തതാ മുഅ്മിനീങ്ങൾ, അങ്ങനെ ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ, സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും ആളുകളെ രണ്ടാക്കിക്കൊണ്ട് 2 വിഭാഗമാക്കി തിരിക്കുമ്പോൾ ജൂതരും മജൂസികളും ഒക്കെ അവിടെ നിൽക്കുകയാണ്. പക്ഷേ നല്ല നിസ്കരിക്കുന്ന മനുഷ്യനാണ്, ഹജ്ജ് ചെയ്ത മനുഷ്യനാണ്, ഒരുപാട് താടി പിടിച്ച് നടന്നവനാണ്. അവന്റെ ശൈലി, അവന്റെ ഒരു ചര്യ പിടിച്ചത് ആ നിൽക്കുന്ന നരകത്തിലേക്ക് കൊണ്ടുപോകാൻ, വലിച്ചു കൊണ്ടുപോകാൻ കാത്തിരിക്കുന്ന മലായിക്കത്തിന്റെ മുന്നിലുള്ള അവരാണ് ഭൂമി ലോകത്ത് താടി പിടിച്ചിരുന്നവർ. ആ ചര്യ പിൻപറ്റിയവരാൻ ഈ നിസ്കാര താമ്പ് വെച്ച, കഅബത്തിന്റെ കല്ല് പിടിച്ച ഈ ഹാജിയാർ താടി പിടിച്ചിട്ടാണ് മഹ്ശറിൽ നിൽക്കുന്നതെങ്കിൽ പോടാ, അങ്ങോട്ട് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെ ജൂതന്മാര് നിൽക്കുന്ന തലത്തേക്ക് ആട്ടിവിടുന്നതാ. ആ സമയത്താണ് അല്ലാഹ് 10 വിരലുകൾ കടിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളുടെ മജ്‌ലിസിൽ നിന്ന് ജൂതന്മാരുടെ മജ്‌ലിസിലേക്ക് ഖേദിച്ചുകൊണ്ട് കൈമടത്തിക്കൊണ്ടുപോകുന്നു. കൈമടത്തി വാവിട്ട് കരഞ്ഞു പോകുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ മുസ്ലിം സമുദായമേ, താടി പിടിച്ചിട്ട് ഹത്താ യമൂത് മൻ തശബ്ബഹ ബിഹിം ഹത്താ യമൂത് ഹുശ്റ മഅഹും, താടി പിടിച്ച മനുഷ്യന്മാർ, താടി പിടിച്ച് നടക്കുന്നവർ ആ രൂപത്തിൽ തന്നെ മരിച്ചുപോയി. താടി പിടിക്കുന്ന കുട്ടികൾ, താടി പിടിക്കുന്ന ചെറുപ്പക്കാർ ഹത്താ യമൂത് ആ രൂപത്തിലങ്ങ് മരിച്ചുപോയി. എന്നാൽ ഹുശ്റ മഅഹും, ആ താടിവടിയന്മാരായ, താടി പിടിച്ചുകൊണ്ട് മരിച്ചുപോയവരെ, നിസ്കാര താമ്പ് വെച്ച താടി പിടിച്ച മനുഷ്യനാൾ, അവനെയും ജൂതന്മാരുടെ കൂടെ അവനെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. മഅദല്ലാഹ്, അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. എന്തിനാണ് ഞാൻ കുറെ വഅദ് പറയുന്നത്? ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് അവിടുന്ന് പറഞ്ഞു, ലൈസ മിന്നാ മൻ തശബ്ബഹ ബിഗൈരിനാ, നാം